ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഭൗതേടക തതേ ഹവ ഹഴന്ന തതേ പണമയ കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഓരോ പാരാമീറ്ററും താഴെ കൂടുതൽ വിശദമായി പഠിക്കാം. ആവശ്യമെങ്കിൽ വീഡിയോ നിർത്താൻ കഴിയും. ഓർഗനൈസേഷന്റെ ഓരോ സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി കമ്പനിയുടെ പ്രധാന സൂചകങ്ങൾ നോക്കാം. ലതയാമതന്ത് വലുതമറത് യവതബൽ ധവതമ. ഈ അവലോകനം 2025 ജൂൺ 25 വരെയുള്ള നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുദാമപേണ കമ്പനി തഥായവമതമന്ത് വധതവനവണവയെ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ജഡാതതൈന് 48 സംഘടനകളാണ് മൂല്യനിർണയത്തിൽ പങ്കെടുക്കുന്നത്. സംശയാസ്പദമായ കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ്: -10.2.5. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 0.6 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ പൊതുവെ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ചട്ടക്കൂടിനുള്ളിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണെന്ന് ഞങ്ങൾ കാണുന്നു. മൈനസ് റേറ്റിംഗിനെതിരെ 2.5 പോയിന്റ് പതായാംധന്ത് വധതവനാണ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു. തഥായാംഭമന്ത് വധതവനാണുടയവെ ഉപവിഭാഗം കമ്പനികളും 12 മാസത്തിലേറെയായി ഓഹരികൾ ഉണ്ടെന്ന് ഞങ്ങൾ കാണുന്നു. തഥായബ്ധമന്ത് വധവനാണുടയവച്ച് 23.2% ചലനാത്മകത കാണിച്ചു. 26.2% എന്ന ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ ഒരു കോർപ്പറേഷന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തടായവമതമുണ്ട് വധതവനാണുടയവയെ $506.23 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $1746 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $6.59 ബില്യൺ. കൂടാതെ ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം $178 ബില്യൺ ആണ്. വിപണിയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഷെയറുകളും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. പങ്കിടുക ടടായബ്ധമന്ത് വധതവമതയവയെ ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 28.987%. പുസ്തക മൂല്യം മൂലധനം 3.708%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കമ്പനിയുടെ കടങ്ങൾ $18.586 ബില്യൺ. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 282%. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകളുടെ റേറ്റിംഗ് വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വില ലാഭ അനുപാതം 38.5 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 30.6 ആണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $13,142 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം $16,898 മില്യൺ. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 17.4 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 6.7 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ സ്റ്റോക്ക് വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $29,050 മില്യൺ. അടുത്ത 12 മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം $35.51 ബില്യൺ. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 45.2%. ഉപവിഭാഗത്തിന്റെ ശരാശരി 21.9%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്.
ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം 8.61%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 237% കുറവാണ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ മൂലധനം $14,342,000. ഉപവിഭാഗത്തിൽ $4,260,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം $372,000 ആണ്. ഉപവിഭാഗത്തിൽ ശരാശരി $139,200. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം $823,000 ആണ്. ഉപവിഭാഗത്തിൽ $635,000. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെ സ്കോറും നല്ലത് 0.5 പോയിന്റ്. ചുരുക്കിയ ഓഹരികളുടെ എണ്ണം 0.8%. ഉപവിഭാഗത്തിന്റെ ശരാശരി 1.7%. സൂചകം നധവ 14 കമ്പനിക്ക് 46% ലെവൽ കാണിക്കുന്നു. പതായം ഭൗന്ത വർധനവ്. ഉപവിഭാഗത്തിന് നധവ ലെവൽ 14 ഏകദേശം 51% തുല്യമാണ്. കമ്പനിയുടെ നിലവിലെ സ്റ്റോക്ക് മൂല്യം ഏകദേശം $558 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $627 ആണ്. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ പട്ടിക നോക്കാം. അതിലേക്കുള്ള ഒരു ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. വിവരങ്ങളും റഫറൻസ് സംവിധാനവും വഴി നിലവിലെ സീസണിൽ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതഥനപയ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിശകലനത്തിന്റെ ഫലമായി തഥായാനുധമന്ത വർധവൻഹോൺമവ് മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതടമപയ ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരുതഥനപയ.